ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 1-ാം ക്ലാസ്സിലെ മലയാളം പാഠം 6 പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠത്തിലെ പേജ് നമ്പർ 53 പരിചയപ്പെട്ടാലോ? പദകേളി. സദ്യയിലെ ഇനങ്ങൾ കണ്ടെത്തി എഴുതൂ. കുറേ വട്ടം തന്നിട്ടുണ്ട്. ആ വട്ടത്തിൽ ചില അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി അത് സദ്യയിൽ ഏത് ഇനമാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് എഴുതിയാലോ? ഴം അവസാനം വരുന്ന സദ്യയിൽ ഒരു ഇനം ഏതാണ്? പഴം. ഇനി താഴോട്ട് നോക്കൂ. പായ എഴുതിയുണ്ട്, ചായ എഴുതിയുണ്ട്. ഇനി എന്താവും? പച്ചടി, രസം, പായസം. പിന്നെയോ ചോറ്, ഓലൻ, പ്രഥമൻ. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. സദ്യയിൽ എന്തൊക്കെയാണ്? കൂട്ടുകാർ സദ്യ കഴിച്ചിട്ടുണ്ടോ? ആ സദ്യയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? നമുക്ക് നോക്കാം. പഴം, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, അച്ചാർ, ഓലൻ, കാളൻ, സാമ്പാർ, പരിപ്പ്, രസം, മോര്, ചോറ്, നെയ്യ്, നാരങ്ങ, പ്രഥമൻ, ബോളി, സേമിയ. പിന്നെന്തൊക്കെയാണ് സദ്യയിൽ കാണുന്നത്? പുളിഞ്ചി കഴിച്ചിട്ടുണ്ടോ? പുളിഞ്ചി. പിന്നെയോ കായ വറുത്തത് കഴിച്ചിട്ടുണ്ടോ? ശർക്കര ഉപ്പേരി കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ സദ്യയിൽ ഇതിനോട് കൂടെ എന്തുണ്ടാവും? പുളിഞ്ചി ഉണ്ടാവും. പിന്നെയോ കായ വറുത്തത്, ശർക്കര ഉപ്പേരി. ഇതൊക്കെ നമ്മൾ സദ്യയിൽ കഴിക്കാറുള്ളതല്ലേ? അപ്പം എന്തൊക്കെയാണ് നമ്മൾ സദ്യയിൽ കഴിക്കാറ്? സദ്യയിൽ എന്തൊക്കെയാണ് നമ്മുടെ സദ്യയിൽ ഉണ്ടാവാറ്? പഴം, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, അച്ചാർ, ഓലൻ, കാളൻ, സാമ്പാർ, പരിപ്പ്, രസം, മോര്, ചോറ്, നെയ്യ്, നാരങ്ങ, പ്രഥമൻ, ബോളി, സേമിയ, പുളിഞ്ചി, കായ വറുത്തത്, ശർക്കര ഉപ്പേരി. ഒരുപാട് ഇനങ്ങളുണ്ടല്ലേ സദ്യയിൽ. ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.